നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20,000-ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ട 10 ആഴ്ച ഇപ്പോൾ കഴിഞ്ഞ ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ പോലും ഇപ്പോൾ ഗാസയെ വിശേഷിപ്പിക്കുന്നത് കുട്ടികളുടെ ശവപ്പറമ്പായി തീർന്ന നരകമെന്നാണ്. 2.5 മാസക്കാലത്തെ ബോംബിങ്ങും കടന്നാക്രമണവും കൊണ്ട് ഇസ്രായേൽ അവരുടെ ലക്ഷ്യത്തിലെത്തിയോ? 2023 ഒക്ടോബർ 7 അതിർത്തി കടന്നെത്തിയ ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ 1200-ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതോടെയാണ് ഈ സംഘർഷാവസ്ഥ തുടങ്ങിയത്. 240-ഓളം പേരെ ഹമാസ് തടവിലാക്കുകയും ചെയ്തു. ഇതോടെ ഹമാസിനെ തുടച്ചു നീക്കും എന്ന പ്രസ്താവനയോടെ തുടങ്ങിയ ഇസ്രായേലിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. തങ്ങളുടെ ശക്തി ഒന്നുകൂടി ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതും ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നു. ഇസ്രായേലുമായി താരതമ്യം ചെയ്താൽ ഹമാസ് എന്നത് ആനയും ഉറുമ്പും പോലെയുള്ള വ്യത്യാസത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ, ആണവായുധങ്ങൾ, ഏഷ്യയിലെ വലിയൊരു സമ്പന്ന രാജ്യം, അമേരിക്കയുടെ ശക്തമായ പിന്തുണ, ഇവയെല്ലാം ഇസ്രായേലിന് കരുത്തു പകരുന്നതാണ്. മറുവശത്തോ ഏതാണ്ട് 50,000-ഓളം പോരാളികളും സാധാരണ തോക്കുകളും ഹ്രസ്വദൂര റോക്കറ്റ് മിസൈലുകളും മാത്രമുള്ള ഒരു സംഘടനയാണ് ഹമാസ്. ഈ അവസ്ഥയിലാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് എല്ലാം അവസാനിക്കുമെന്ന് ലോകം കണക്ക് കൂട്ടിയത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം വെറും കണക്കുകൾ മാത്രമായി അവശേഷിക്കുകയാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു മഹാമാരിയേക്കാൾ ഭീകരമായി ഇരുപക്ഷത്തും കൊല്ലപ്പെടുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങിയ സാധാരണ ജനങ്ങളാണ്. ഗാസ എന്ന ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും കൈയടക്കിയ ഇസ്രായേൽ മുന്നേറ്റം ഇപ്പോഴും അവർ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഒരു ബന്ധിയെ മാത്രമേ ഇസ്രായേലിന് ഈ സൈനിക നടപടി കൊണ്ട് മോചിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അബദ്ധത്തിൽ വെടിയേറ്റ് 3 ബന്ദികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇടയ്ക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ധാരണ പ്രകാരം 100 ബന്ദികളെ മോചിപ്പിക്കുവാൻ സാധിച്ചു. ഇതിനു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന കുറച്ച് തടവുകാരെ വിട്ടയക്കുകയും ചെയ്തു. ഇസ്രായേൽ സേന ഗാസയിലെത്തിയപ്പോൾ വടക്ക് ഭാഗത്തു നിന്നും ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് 10 ലക്ഷത്തോളം പേർ ഒഴിഞ്ഞുപോയിരുന്നു. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമായ അൽ-ഷിഫയിലാണ് ഹമാസ് നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടുവെങ്കിലും അത് തെളിയിക്കാൻ അവർക്കായില്ല. ഇസ്രായേലിന്റെ രൂപീകരണം മുതലുള്ള യുദ്ധചരിത്രം നോക്കിയാൽ പലതും ഉദ്ദേശലക്ഷ്യം നേടിയിട്ടില്ല. 1982 പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLOയെ തുടച്ചു നീക്കുവാനായി ലെബനനിൽ ഇതുപോലൊരു സൈനിക നടപടി ഇസ്രായേൽ നടത്തിയിരുന്നു. ലെബനനിൽ പിന്നീട് 2006 ഹിസ്ബുള്ള എന്ന സംഘടനയെ തുരത്തുവാനും ഇസ്രായേൽ ആക്രമണം നടന്നു. 1 മാസം നീണ്ട സൈനിക നടപടിക്ക് ശേഷം ഇസ്രായേൽ പിന്മാറുകയും ചെയ്തു. പകരം ഹിസ്ബുള്ള കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഇതുപോലെ ഹമാസിനെ തുരത്തുവാൻ പലവട്ടം നടന്ന ആക്രമണങ്ങൾക്ക് ശേഷവും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുവാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് IS-നോടാണ് ഇസ്രായേൽ ഉപമിക്കുന്നത്. IS-നെ തകർത്തതുപോലെ ഹമാസിനെയും നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ IS-ന്റെ ഘടനയും ഹമാസിന്റെ ഘടനയും രണ്ടാണെന്നതാണ് മറ്റൊരു വസ്തുത. സിറിയയിലും ഇറാഖിലും ഇറാനിലുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് IS പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പാലസ്തീനികളുടെ ഇടയിൽ ശക്തമായ സാമൂഹ്യ രാഷ്ട്രീയ സ്വാധീനമുള്ള ഹമാസിന്റെ രീതികൾ വ്യത്യസ്തമാണ്. ഒരു സൈനിക നടപടി കൊണ്ട് ഹമാസിനെ ഒതുക്കുവാൻ അത്ര പെട്ടെന്ന് കഴിയില്ലെന്ന് ഇപ്പോൾ ഇസ്രായേലിന് ബോധ്യമായി തുടങ്ങി. പാലസ്തീനിന്റെ ഭൂരിഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഹമാസിന്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത്. മറുവശത്ത് നോക്കിയാൽ അതിഭീമനായ ഇസ്രായേലിനെതിരെ വളരെ വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഹമാസ് ആക്രമണം നടത്തിയത്. ദീർഘനാൾ പിടിച്ചു നിൽക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തിയ ശേഷമാണ് ഈ സംഘർഷം തുടങ്ങിവെച്ചത്. ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 3 ലക്ഷത്തോളം വരുന്ന റിസർവ് സൈനികരെ യുദ്ധമുഖത്തേക്ക് ഇസ്രായേൽ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞു. ശക്തമായ തുരങ്ക സംവിധാനങ്ങളിൽ ഒളിച്ചിരുന്ന് ഇസ്രായേലിനെതിരെ പോരാടുവാനുള്ള തയ്യാറെടുപ്പ് വളരെ നേരത്തെ തന്നെ ഹമാസ് തയ്യാറാക്കിയിരുന്നു. 10,000-കണക്കിന് പേർ കൊല്ലപ്പെട്ടതും യുദ്ധമുഖത്തിലെ ഭീകരതയും പട്ടിണിയും ഇപ്പോൾ ലോകമൊട്ടാകെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിന് കാരണമാക്കി കഴിഞ്ഞു. ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുന്ന അമേരിക്ക പോലും ഇപ്പോൾ ഈ ബോംബാക്രമണത്തിൽ നീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കി ഈ മേഖലയിൽ വൻ വ്യാപാര സാധ്യതകൾ തുറക്കുവാൻ മുന്നിട്ട് നിന്ന അമേരിക്കയ്ക്കും ഈ യുദ്ധം വലിയൊരു തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. അതിനിടെ ഇറാൻ ആസ്ഥാനമായുള്ള യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രായേലിനെ അവരുടെ പരിധിക്ക് പുറത്ത് നേരിടുവാൻ തുടങ്ങിയതും ഇപ്പോൾ ലോകത്തെ മറ്റൊരു തരത്തിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ചെങ്കടൽ വഴി പോകുന്ന വമ്പൻ ഇസ്രായേൽ കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തിരക്കുള്ള വർഷത്തിൽ 17,000-ത്തിലധികം കപ്പലുകൾ കടന്നുപോകുന്ന ലോക വ്യാപാരത്തിന്റെ 12% നടക്കുന്ന ചെങ്കടലിലെ സമുദ്രപാതയിലുണ്ടായ ഈ ആക്രമണങ്ങൾ ഇസ്രായേലിനുമേൽ മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന്
ഇടയാക്കി കഴിഞ്ഞു. ഇതോടെ ഏഷ്യൻ മേഖലയിലെ വ്യാപാര സാമ്പത്തിക സമവാക്യങ്ങളുടെ താളം തെറ്റുകയാണ്. ഹമാസിനെ തുരത്തി പാലസ്തീനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം പുറമേ നിന്ന് നോക്കിയാൽ ഇപ്പോൾ നേടിക്കഴിഞ്ഞു എന്ന് തോന്നാം. പക്ഷേ ഹമാസ് എന്ന ആശയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ അവർക്ക് കഴിയുമെന്ന കാര്യം ഉറപ്പില്ല. ഈ യുദ്ധമുണ്ടാക്കിയ മുറിപ്പാടുകൾ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങാത്തതാണ്. ഇസ്രായേലിനും വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, യുദ്ധവും ആക്രമണങ്ങളും കൊണ്ട് ഒരിക്കലും ലോകത്ത് ശാന്തിയും സമാധാനവും കൈവരില്ല. നിരപരാധികൾ കൊല്ലപ്പെടുന്നതും പട്ടിണിയും കണ്ണീരും നിറയുന്നതും ഭൂമിയിലെ ജീവിതത്തെ നരകമാക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.